ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ മുൻ നാവികർക്ക് ആശ്വാസം. മലയാളി ഉൾപ്പെടെ തടവിൽ കഴിയുന്ന 8 പേരുടെയും വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തു. അപ്പീൽ കോടതിയുടേതാണ് ഈ ഉത്തരവ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ വരുന്നത്. മലയാളി ഉൾപ്പെടെയുള്ള 8 പേർക്കായിരുന്നു വധശിക്ഷ വിധിച്ചത്. ഇപ്പോഴത് ജയിൽ ശിക്ഷ മാത്രമായി ചുരുക്കിയിരിക്കുന്നു, ഇളവ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ ഇടപെടൽ ഫലം കണ്ടുവെന്നാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇന്ത്യയുടെ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശിക്ഷാ ഇളവ് എന്നുള്ളത്. ഈ വിഷയത്തിൽ ഇവരുടെ വധശിക്ഷ സംബന്ധിച്ച് ഇന്ത്യയെ ഔദ്യോഗികമായി ഖത്തർ അറിയിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. കഴിഞ്ഞ ഒക്ടോബർ 26-ന് ഈ അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ തന്നെ നയതന്ത്ര തലത്തിൽ പലതവണ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഖത്തറിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലും ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്റെ എമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഘട്ടത്തിലും ഈ വിഷയം ചർച്ചയായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അപ്പീൽ കോടതി, ഖത്തറിലെ അപ്പീൽ കോടതി 8 ഇന്ത്യക്കാരുടെയും വധശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഒക്ടോബർ 26-നുള്ള വിധിയിൽ ഖത്തറിലെ കോടതി 8 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആളുകൾക്ക് അപ്പീൽ പോലും പരിഗണിക്കുക പതിവില്ല ഖത്തറിൽ. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിന്റെ ഫലമായിക്കൊണ്ട് ഇവരുടെ അപ്പീൽ കഴിഞ്ഞ നവംബർ 9-നാണ് ഇവരുടെ അപേക്ഷകൾ സ്വീകരിച്ചത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നടപടി ഖത്തർ അപ്പീൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ അല്പസമയം മുമ്പാണ് വിധി പ്രസ്താവം പൂർത്തിയായത്. ഈ ഘട്ടത്തിൽ കോടതിയിൽ ഖത്തറിലെ ഇന്ത്യയുടെ അംബാസിഡർ, ഒപ്പം തന്നെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർ, കൂടാതെ നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന 8 ഉദ്യോഗസ്ഥരുടെയും മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങൾ എന്നിവർ കോടതിയിൽ ഉണ്ടായിരുന്നു. വിശദമായ വിധി പകർപ്പ് അല്പസമയത്തിനകം മാത്രമായിരിക്കും ലഭ്യമാവുക. ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ കാലയളവ് എത്രയാണ് എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല അല്ലേ ബൽറാം? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഇവരുടെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വിശദമായ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും എത്രത്തോളം ഇളവ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് ജയിൽ ശിക്ഷ ഇവർക്ക് അനുഭവിക്കേണ്ടി വരിക എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരിക. അത് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും വലിയ ആശ്വാസം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്ക് വധശിക്ഷ. എനിക്ക് തോന്നുന്നു ബൽറാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇന്ത്യയുടെ ഒരു മികച്ച നയതന്ത്ര വിജയമാണ്. മാത്രമല്ല ഖത്തറിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തിന്റെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ ഇളവ് വരുത്തുന്നത്. അങ്ങനെ കരുതാം അല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഇവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളാണ് ഏറ്റവും ഗൗരവതരം. ഖത്തറിന്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി എന്നതടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. അൽ ദറ എന്ന കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇവർ ഈ ഖത്തറിന്റെ സൈന്യത്തിന് വേണ്ടി, ഖത്തർ നാവികസേനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന മുങ്ങിക്കപ്പലിന്റെ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലിന് വേണ്ടി എന്നായിരുന്നു ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരുന്ന ആരോപണം എന്നുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ആശയവിനിമയം പോലും ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. ശിക്ഷ വിധിച്ച ശേഷം മാത്രമാണ് ഇന്ത്യയെ ഔദ്യോഗികമായി ഇക്കാര്യം ഖത്തർ അറിയിക്കുക പോലും ഉണ്ടായത്. അതിനുശേഷം മാത്രമാണ് ഇന്ത്യക്ക് നയതന്ത്ര ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞത്. എങ്കിൽ പോലും ഈ നീക്കത്തിലൂടെ വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അപ്പീൽ പോലും പരിഗണിക്കപ്പെടാറില്ലാത്ത തരത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള ഒരു കേസിൽ അപ്പീൽ പരിഗണിക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ ഇളവ് വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായ. ബൽറാം, ഈ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എന്തെങ്കിലും ഔദ്യോഗികമായ വാർത്താക്കുറിപ്പോ പ്രതികരണമോ പുറത്തു വന്നിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചിയാണ് പ്രസ്താവനയിലൂടെ, 2 വരി പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് 8 ഇന്ത്യക്കാർക്കും ഖത്തറിലെ വധശിക്ഷയിൽ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ നമ്മളോടൊപ്പം ഉണ്ട്. ബൽറാം, ഞാൻ തിരിച്ചു വരാം. മിനിസ്റ്റർ, ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമാണല്ലോ. ഖത്തറിന്റെ തന്നെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കേസിൽ ഇളവ് അനുവദിക്കപ്പെടുന്നത് അല്ലേ?
തീർച്ചയായിട്ടും ഈ കേസിൽ ആ, വധശിക്ഷക്ക് 8 ഇന്ത്യക്കാർ വിധിക്കപ്പെട്ട ആ വിധി വന്നത് തൊട്ട്, അതല്ലെങ്കിൽ അതിനു മുൻപ് അവരെ കസ്റ്റഡിയിലെടുത്ത ഘട്ടം തൊട്ട് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവരോടൊപ്പം നിൽക്കാനും അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ സജീവമായിട്ട് പങ്കാളികളായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ബഹുമാന്യനായിട്ടുള്ള വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അധ്യക്ഷതയിൽ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങളുമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ന് ഈ കേസിൽ വിധി വരുന്ന ഘട്ടത്തിൽ, കോടതിയുടെ വിധി വരുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ അംബാസഡറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടുത്തെ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം കോടതിയിൽ സന്നിഹിതനായിരുന്നു. ഒരു കാര്യം കൂടിയേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ഈ ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഇവരുടെ ശിക്ഷ ഇളവ് എത്ര വർഷത്തേക്കാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക? ഈ കാര്യത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂ. ശരി, വളരെയധികം നന്ദി. വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരനാണ് നമ്മളോട് പ്രതികരിച്ചത്. ചാരപ്രവർത്തനം ആരോപിച്ചാണ് ഖത്തർ കോടതി ഇന്ത്യൻ മുൻ നാവികർക്ക് വധശിക്ഷ വിധിച്ചത്. അവർക്ക് ആശ്വാസമായിരിക്കുന്നു. മലയാളി ഉൾപ്പെടെ തടവിൽ കഴിയുന്ന 8 പേരുടെയും വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പീൽ കോടതിയുടേതാണ് ഉത്തരവ്. ഇത് ഖത്തറിന്റെയും ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ഇടപെടൽ മൂലം വധശിക്ഷ ഇളവ് ചെയ്യുന്ന ആദ്യ സംഭവം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായി ഇത് പരിഗണിക്കാവുന്നതുമാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബൽറാം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്താണ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഖത്തറിൽ തടവിൽ കഴിയുന്ന 8 മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്കും വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഖത്തറിലെ അപ്പീൽ കോടതിയാണ് ഇവർക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഈ വിധി പ്രസ്താവം കേൾക്കുന്നതിനായി ഇന്ത്യയുടെ ഖത്തറിലെ നയതന്ത്ര വക്താവ്, ഇന്ത്യൻ അംബാസഡറും ഒപ്പം തന്നെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും കൂടാതെ ഈ നിലവിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളും ഈ വിധി പ്രസ്താവം കേൾക്കാൻ അപ്പീൽ കോടതിയിൽ എത്തിയിരുന്നു എന്നും വിശദമായ വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായ വിധിപ്പകർപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതുമായ ആണ്. കൂടാതെ ഈ കേസിന്റെ ഗൗരവമുള്ള സ്വഭാവം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ് ഈ ശിക്ഷാ ഇളവ് എന്നുള്ളത്. കാരണം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥരാണ്. ഇതിൽ 8 പേരിൽ ഒരാൾ മലയാളിയാണ്. അയാൾ സീമൻ റാങ്കിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. മറ്റ് 7 പേർ എന്നുള്ളത് ഉയർന്ന റാങ്കുകളിൽ നാവികസേനയിൽ ജോലി ചെയ്തിരുന്ന കമാൻഡർ, കോമഡോർ റാങ്കുകളിൽ ജോലി ചെയ്തിരുന്നവരാണ് മറ്റ് 7 പേരും എന്നുള്ളത്. ഇവർ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഈ ഖത്തറിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടെയാണ് ഇവരെ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് 2022 ഓഗസ്റ്റിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് ഇവരുടെ വിചാരണയടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇവർ ഇസ്രായേലിന് വേണ്ടി ഈ ഖത്തറിന്റെ രഹസ്യങ്ങൾ, മുങ്ങിക്കപ്പലിന്റെ രഹസ്യങ്ങൾ ചോർത്തി എന്ന ആരോപണമാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക രഹസ്യം ചോർത്തിയതായതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം എന്നതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെയാണ് ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകുകയും ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തത്. ഈ ഗൗരവ സ്വഭാവം പരിഗണിച്ച് ഇന്ത്യയെ പോലും ഔദ്യോഗികമായി ഇക്കാര്യം ഖത്തർ അവസാന ഘട്ടത്തിൽ ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം, കഴിഞ്ഞ ഒക്ടോബർ 26-ന് ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് ഔദ്യോഗികമായി അറിയിച്ചത്. തുടർന്ന് നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യ ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിച്ചു. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തുകയും അപ്പീലിനും ഒപ്പം തന്നെ ഇവർക്ക് നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കുമുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. 2 തവണ ഇത്തരത്തിൽ ഇന്ത്യൻ അംബാസിഡർ ജയിലിലെത്തി ഈ ഇന്ത്യക്കാരെ കാണുകയും ഇവരുമായി സംസാരിക്കുകയും ചെയ്തു.
ചെയ്തിരുന്നു. തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഈ കൂടിക്കാഴ്ചയിൽ അംബാസിഡറോട് ഈ തടവിലുള്ള ഇന്ത്യക്കാർ അറിയിച്ചത്. തുടർന്ന് ഇവർക്ക് ആവശ്യമായ നിയമസഹായം ഇവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം നൽകുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യങ്ങളോടെല്ലാം തന്നെ പൂർണ്ണമായും ഇവരുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുമെന്നും അതിനാവശ്യമായുള്ള നയതന്ത്ര സഹായവും നിയമസഹായവും ഇവർക്ക് ലഭ്യമാക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം ശരി ബൽറാം, ഏതായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ ഖത്തറിൽ ഈ മലയാളി ഉൾപ്പെടെയുള്ള മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ അത് ഒരു തടവ് ശിക്ഷയായി ഇളവ് ചെയ്തിരിക്കുന്നു. ഒരു നയതന്ത്ര വിജയം എന്നാണ് വിദേശകാര്യമന്ത്രി വി മുരളീധരൻ നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്.